പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കയോടുള്ള അടിമത്ത മനോഭാവം വീണ്ടും ശക്തമായിരിക്കുകയാണ്. ജോ ബൈഡൻ അമേരിക്കയെ നയിച്ച കാലത്ത് ഇന്ത്യയും മോദിയുമായുള്ള ഇടപാടുകൾ തീവ്രത കുറഞ്ഞു നിന്നതാണ്. എന്നാൽ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് വീണ്ടും ഡൊണാൾഡ് ട്രംപ് തിരികെ എത്തിയതോടെ മോദി പഴയ ഫോമിലേക്ക് മടങ്ങിയെത്തി. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ കൈകാലുകൾ ബന്ധിച്ച് നാടുകടത്തിയപ്പോഴും മുന്നറിയിപ്പുകൾ നൽകാതെ അമേരിക്കയുടെ സൈനിക വിമാനം രാജ്യത്തിറക്കിയപ്പോഴെല്ലാം മോദിയും BJP സർക്കാരും നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ഈ നിലപാടിനെതിരെ മാധ്യമങ്ങളിലും പ്രതിപക്ഷത്തു നിന്നുമെല്ലാം വിമർശനങ്ങൾ ശക്തമാകുമ്പോൾ ആ വിമർശനങ്ങളെ അടിച്ചൊതുക്കുകയാണ് BJP ചെയ്യുന്നത്. ഈ വീറും വാശിയും അമേരിക്കയോട് കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യക്കാർ ഇത്രയും അപമാനിതരാകില്ല എന്നതാണ് സത്യം. ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഒരു കാർട്ടൂണിന്റെ പേരിൽ തമിഴ് മാധ്യമമായ വികടന്റെ വെബ്സൈറ്റ് വിലക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിപക്ഷത്തു നിന്നും പത്രപ്രവർത്തക ഗ്രൂപ്പുകളിൽ നിന്നും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് 100 വർഷത്തെ ചരിത്രമുള്ള ഒരു പ്രസിദ്ധീകരണ ഗ്രൂപ്പിന്റെ വെബ്സൈറ്റിനെ വിലക്കാൻ കേന്ദ്ര സർക്കാർ ധൈര്യം കാട്ടിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അരികിൽ നരേന്ദ്രമോദി കയ്യിൽ ചങ്ങലയുമായിരിക്കുന്ന ഒരു ചിത്രമാണ് ഫെബ്രുവരി 10 വികടൻ പ്ലസ് ഡിജിറ്റൽ മാസികയിൽ പ്രസിദ്ധീകരിച്ചത്. പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയും മറ്റ് BJP പ്രവർത്തകരും ഇതിനെ എതിർത്ത് രംഗത്തെത്തി. വികടനിൽ പ്രത്യക്ഷപ്പെട്ട 5 കാർട്ടൂണുകൾ ചൂണ്ടിക്കാട്ടി അണ്ണാമലൈ, പാർലമെന്ററി കാര്യ സഹമന്ത്രി മുരുകൻ എന്നിവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വെബ്സൈറ്റിന്റെ പ്രവർത്തനം എന്നേക്കുമായി നിലയ്ക്കുകയായിരുന്നു. വികടൻ വെബ്സൈറ്റിനെ വിലക്കിയ നടപടിയെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. വികടൻ മീഡിയ ഗ്രൂപ്പിനെതിരായ നടപടി പത്രസ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും നേരെയുള്ള ആക്രമണമാണെന്നും ഇത്തരത്തിലുള്ള സെൻസർഷിപ്പിന് ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്ഥാനമില്ലെന്നുമാണ് സ്റ്റാലിൻ പറഞ്ഞത്. പത്രപ്രവർത്തകനും ഹിന്ദു പത്രത്തിന്റെ ഡയറക്ടറുമായ N റാം കേന്ദ്ര സർക്കാർ നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ചു. ഇത് നിയമവിരുദ്ധവും ആശങ്കാജനകവുമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജനപ്രിയ പ്രസിദ്ധീകരണമായ വികടന്റെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് നിരവധി വായനക്കാരും BJP സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഒരാക്ഷേപഹാസ്യം എന്ന നിലയിൽ കാർട്ടൂൺ നിയമനാനുസൃതമായ പത്രപ്രവർത്തന രീതിയാണെന്നിരിക്കെ മോദിയും BJPയും ആരെയാണ് ഭയക്കുന്നതെന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. എന്നാൽ BJPയുടെ പേടിപ്പിക്കലുകൾ കയ്യിൽ വെച്ചാൽ മതിയെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നുവെന്നും വികടൻ ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുമെന്ന തത്വമനുസരിച്ചാണ് എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളതെന്നും അത് തുടരുമെന്നും വികടൻ മാസിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശങ്കറിനെ പോലെ ജനപ്രിയ കാർട്ടൂണിസ്റ്റുകൾ അരങ്ങുവാണ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഇന്ദിരാഗാന്ധിയുടെ നേർക്ക് നേർ നിന്ന് ആക്ഷേപഹാസ്യ രൂപത്തിൽ കാർട്ടൂണുകൾ വരയ്ക്കുന്ന ശങ്കറും ശങ്കറിന്റെ ശങ്കേഴ്സ് വീക്കിലിയുമെല്ലാം ഈ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഉദാത്തമായ മാതൃകയാണ്. ആ സ്ഥാനത്താണ് ഒരു കാർട്ടൂണിന്റെ പേരിൽ ഒരു മാധ്യമ സ്ഥാപനം പൂട്ടിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.